റിപ്പോർട്ടർ ടി വി കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒരു വിഷയമായിരുന്നു ഈ അയ്യപ്പൻകോവിൽ തൂക്കുപാലത്തെ സംബന്ധിച്ച് വലിയ ആശങ്കകൾ ആളുകൾ ഉന്നയിക്കുന്ന ഒരു സ്ഥിതിയുണ്ട്. ഒപ്പം തന്നെ ടൂറിസവുമായി ബന്ധപ്പെട്ടത് നിലനിർത്തണം എന്ന സാഹചര്യം നിലനിൽക്കുന്നു. അയ്യപ്പൻകോവിൽ തൂക്കുപാലം അത് ടൂറിസം സാധ്യത വളരെ ഏറെ ഉള്ളതാണ്. പക്ഷേ അതിൻ്റെ ഒരു അപകട സാധ്യത ഇപ്പോൾ വലിയ രീതിയിൽ നിലനിൽക്കുന്നു. നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും അത് കൃത്യമായി പാലിക്കപ്പെടുന്നില്ല എന്നുള്ളൊരു വിഷയവും അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ ആളുകളുടെ ആവശ്യം ഈ തൂക്കുപാലം നിലനിർത്തുകയും ഒപ്പം മറ്റ് യാത്രായോഗ്യമായ ഒരു പാലം വേണം എന്നതുമാണ്. ഇക്കാര്യത്തോട് തന്നെയാണ് ഗവൺമെൻറ്റും എന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ളതിനെക്കുറിച്ച് ആലോചിക്കുന്നത്. ഒന്ന്, അവിടെ ഒരു പാലം ഉണ്ടാകണം. പാലം ഉണ്ടാകുന്നതിനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിട്ട് കുറച്ചു കാലമായി. അത് രണ്ട് പഞ്ചായത്ത് തമ്മിൽ ബന്ധപ്പെടുത്തുന്ന ഒരു പാലമാണ്. അതോടൊപ്പം തന്നെ രണ്ട് നിയോജക മണ്ഡലങ്ങളെ തമ്മിൽ ബന്ധപ്പെടുത്തുന്ന ഒരു ഘട്ടമാണുള്ളത്. എന്നാൽ അത് PWDയുടെ റോഡ് ഭാഗമായിട്ട് വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെ ചില കാര്യങ്ങൾ ആ നിലയിൽ നീക്കാനായിട്ടുണ്ട്. എന്നാൽ ഫോറസ്റ്റിൻ്റെ അനുമതി ലഭിക്കേണ്ടതായിട്ടുണ്ട്. ഫോറസ്റ്റിൻ്റെ അനുമതിക്ക് വേണ്ടിയുള്ള കാര്യങ്ങളെല്ലാം നീക്കി ഏതാണ്ട് ഒരു ഘട്ടം വരെ എത്തി നിൽക്കുകയാണ്. ഒരു മീറ്റിംഗ് ഇതിനോടകമായി തന്നെ എടുത്തിരുന്നു. അപ്പോൾ ഏതാണ്ട് ഒരു നബാർഡിലൊരു സ്കീമിൽ കൊണ്ടുവരണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റുമായും കൂടെ ബന്ധപ്പെട്ട് ഇതിൻ്റെ ഒരു പൊസിഷൻ മനസ്സിലാക്കി ഒരു മീറ്റിംഗും കൂടി എടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു സ്ഥായിയായ ഒരു പാലം രൂപപ്പെടുത്താനുള്ള എല്ലാ പരിശ്രമവും തുടർന്ന് വരുവാണ്. അത് ലക്ഷ്യം ഫോറസ്റ്റിൽ നിന്ന് അതിൻ്റെ NOC ലഭ്യമായാൽ അനന്തര ഘട്ടത്തിലേക്ക് കിടക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഈ അടുത്ത മാസം തന്നെ ഒരു മീറ്റിംഗ് ഇതിനുവേണ്ടി തന്നെ വിളിച്ചു ചേർക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് അതൊരു പ്രധാനപ്പെട്ട കാര്യമായി തന്നെയാണ് കാണുന്നത്. അയ്യപ്പൻകോവിൽ പാലം ഉണ്ടാകണം എന്നുള്ള ചിരകാല അഭിലാഷം സബലീകരിക്കുന്നതിനുള്ള തുടക്കം കുറിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ഞാൻ. അതോടൊപ്പം അവിടുത്തെ ടൂറിസം സാധ്യതകൾ അത് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരണം. അതിന് കുറേ കൂടി തൂക്കുപാലം ഇപ്പോൾ അപകടകരമായ ഭാഗത്തുനിന്ന് മാറ്റിയിട്ടുണ്ട്. എന്നാൽ ആൾക്കാർ കൂടുതലായി കയറാതിരിക്കാനുള്ള ചില റിസ്ട്രിക്ഷൻസ് ഒക്കെ അവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അത് ജനങ്ങളും കൂടെ സഹകരിച്ച് നമുക്ക് പാലിക്കണം. അതൊരു പ്രത്യേകത ഉള്ളതാണല്ലോ. അത് അവിടുത്തെ കാണുന്നതിനും കണ്ട് ആസ്വദിക്കാനൊക്കെ ആൾക്കാർക്ക് സാധിക്കുന്ന ഒരു പ്രദേശത്തിൻ്റെ വൈകാരികമായ ഒരു സൃഷ്ടിയാണ്. അപ്പോൾ ആ നിലയിൽ അതിനെ നിലനിർത്തിക്കൊണ്ടു പോവുകയും ഒപ്പം ഇത്തരം ഒരു പാലം ഉണ്ടാകുന്നതിനുള്ള ശ്രമകരമായ പണിയും കൂടിയാണ് പദ്ധതിയാണ് നമ്മൾ ആവിഷ്കരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇത് അടിയന്തരമായി തന്നെ നവീകരിക്കുന്നതിനുള്ളൊരു നടപടി ഉണ്ടാകും. അത് നമുക്ക് പരിശോധിപ്പിക്കാം. അത് അന്ന് വർക്ക് ചെയ്തിരിക്കുന്നത് എനിക്ക് തോന്നുന്നത് റിവർ മാനേജ്മെൻറ്റ് ഫണ്ട് ചെയ്തതാണ് അന്നത്തെ ഒരു കാലത്ത് ചെയ്തത്. അതെങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ എന്നുള്ളതിനെക്കുറിച്ചും അതിൻ്റെ ഇന്നത്തെ അവസ്ഥയെക്കുറിച്ചും പരിശോധിപ്പിക്കുന്നതിന് ആവശ്യമായ ഒരു നിലപാടും കൂടെ സ്വീകരിക്കാം. ഏതായാലും അത്തരത്തിലാണ് ആ വിഷയം പരിഹരിക്കപ്പെടുന്നതിന് അടിയന്തരമായ ഒരു ഇടപെടൽ ഉണ്ടാകും എന്ന് തന്നെയാണ് ഇടുക്കിയിൽ നിന്നുള്ള മന്ത്രി റോഷി അഗസ്റ്റിൻ കൂടി വ്യക്തമാക്കിയിരിക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് സന്തോഷ് ശേഖർക്കൊപ്പം റിപ്പോർട്ടർ സന്ദീപ് രാജാക്കാട്, ഇൻ റിപ്പോർട്ടർ, ഇടുക്കി.